അപ്പോൾ ഈ ബീച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് കപ്പൽ സ്കൂബ ഡൈവിംഗ് ഏറെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ അത് പത്രത്തിലൊക്കെ ഭയങ്കര വാർത്തയായതായിരുന്നു. ഈ വീടുകളും മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കൊരു പ്രത്യേക ഫീല്. നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല രസമുണ്ട് കേട്ടോ. ബീച്ചിലേക്ക് കയറുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അധികം ആർക്കും പരിചിതമല്ലാത്ത മൂലയത്തോട്ടം ബീച്ചിലാണ്. ഇതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള 2 ബീച്ചുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ധാരാളം ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഫിഷിംഗ് ബോട്ടുകളെല്ലാം ഫിഷിങ് കഴിഞ്ഞിട്ട് ചെന്ന് കയറുന്നത് പെരുമാതുറയാണ്. പെരുമാതുറ ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഫിഷിങ്ങൊക്കെ വളരെ കുറവാണ്. കാരണം ഈ ഏരിയയിലൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, പുറം ലോകത്തുള്ളവർക്കൊന്നും അറിയാത്തൊരു സ്പോട്ടാണിതെന്നുള്ളത്. കണ്ട, ഒരു മനുഷ്യരും ഇല്ല ഇവിടെയൊന്നും. എന്തായാലും നല്ല വൈബുള്ളൊരു സ്ഥലമാണ്, നല്ല രസമുണ്ട്. ഇപ്പോൾ കടൽ ഒരുപാട് ഇറങ്ങി കിടക്കുകയാണ്. ഇപ്പം വേലി ഇറക്ക സമയമാണ്. സ്ഥലത്തെയും ദിവസത്തേക്ക് ആശ്രയിച്ചിരിക്കും ദിവസേനയുള്ള വേലിയേറ്റവും വേലി ഇറക്കവും. ഇപ്പം ഞാൻ നിൽക്കുന്ന ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം വേലി ഇറക്ക സമയമാണ്. ഓരോ വേലിയേറ്റവും ഏകദേശം ഒരു 12 മണിക്കൂറിന് മുകളിൽ വേലിയേറ്റവും വേലി ഇറക്കവും തമ്മിലുള്ള സമയ വ്യത്യാസമുണ്ട് കേട്ടോ. നോക്കിയാണ് കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന മണൽത്തിട്ടകളാണ്. ഇവിടെയൊക്കെ ധാരാളം ചെറിയ ചെറിയ വീടുകളുണ്ട്. അങ്ങ് ദൂരെയായിട്ട് ഓരോരുത്തരൊക്കെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഇറങ്ങിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, കടൽക്കാറ്റൊക്കെ കൊണ്ട്. അടിപൊളി തന്നെയല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ അഹോരാത്രം പണിയെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല നല്ല മീനുകളൊക്കെ കഴിക്കാൻ കിട്ടുന്നത്. പിന്നെ അത് അവരുടേതായ ഉപജീവന മാർഗം കൂടിയാണ്. ഇതാ അടുത്തൊരു ഫിഷിംഗ് ബോട്ട് പോകുന്നുണ്ടോ. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഈ തെങ്ങിൻ തോപ്പുകളെ എൻഡിലായിട്ട് കാണുന്ന സ്ഥലമാണ് വർക്കല. ഇനി നമുക്ക് ഇവിടെ നടന്നതോ ആ വള്ളവും വലയൊക്കെ കിടക്കുന്നതിൻ്റെ അവിടെ പോയി ഒരു അല്പസമയം ഇരുന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അയ്യോ, അങ്ങനെ നടന്നിവിടെ എത്തി. ഇനി നമുക്ക് ഈ തെങ്ങിൻ തോപ്പിൽ കുറച്ച് നേരം ഇരുന്ന് കടൽ ആസ്വദിക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ വീടുകളുടെ മുന്നിൽ കൂടെയൊക്കെ നടന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് എന്നെ വഴി കാണിക്കാൻ ഒരു സുഹൃത്തു കൂടി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ അവിടെ എവിടെയായിട്ട് പട്ടികളൊക്കെ കിടക്കുന്നുണ്ട്. പട്ടി എടുത്തിട്ട് പെരുമാറുമല്ലേ. നമ്മൾ ഏത് വഴി വന്നാ? ഓ, നമ്മൾ അതുവഴിയാണ് വന്നതല്ലേ. അപ്പോൾ വഴി തെറ്റി അങ്ങ് പോയതായിരുന്നു. ഇതുവഴി പോയാ ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവഴി നടന്ന് ചെന്ന് ഇറങ്ങുന്നത് വർക്കല റോഡിലാണേ. 5 തെങ്ങിന്ന് വരുന്ന ആറ്റിങ്ങിൽ നിന്നും അതേപോലെ പെരുമാറയിൽ നിന്നൊക്കെ വരുന്ന റോഡില്ലേ, വർക്കലേക്ക് പോകുന്ന ആ റോഡിലാണ് ചെന്നിറങ്ങുന്നത്. അവിടെ ഒരു മുരുകക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അപ്പോഴിതാണ് മൂലയിൽ തോട്ടം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഭയങ്കര ഉത്സവമാണ് ഇവിടുത്തെ. കാവടി ഭയങ്കര പ്രസിദ്ധമാണ്. നല്ല വൈബുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൂലയത്തോട്ടത്തു നിന്ന് നേരെ കുമാരനാശാൻ പിറന്ന മണ്ണിലെത്തിയിട്ടുണ്ട്. ആശാൻ്റെ സ്മൃതി മണ്ഡപം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം പിറന്ന മണ്ണാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇവിടെയുള്ള കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ഗേറ്റെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു കേട്ടോ. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഇവിടുത്തെ ലൈബ്രറിയൊക്കെ അടവാണ്. ആരുമില്ല ഇവിടെയൊന്നും. കുറേ പട്ടികൾ അവിടെ കയറി കിടക്കുന്നു കേട്ടോ ആ മണ്ഡപത്തിനകത്ത്. കുമാരനാശാൻ ജനിച്ചത് ഇവിടെയാണെങ്കിലും അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയല്ല കേട്ടോ. അത് ആലപ്പുഴ ജില്ലയിലെ പല്ലനയ്ക്ക് സമീപമുള്ള കുമാരകോടിയിലാണ്. അദ്ദേഹം റെഡീമർ ബോട്ട് അപകടത്തിലാണല്ലോ മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ടെടുത്തിട്ട് അവിടെയാണ് അടക്കം ചെയ്തത്. അപ്പോഴ് പല്ലനയാറ്റിൻ്റെ സമീപത്തുള്ള കുമാരകോടിയിലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്മാരകമുണ്ട്. അതുപോലെ തന്നെ തോന്നയ്ക്കലിലുമുണ്ട്. അവിടെ അദ്ദേഹം താമസിച്ചിരുന്ന ഒരു വീടുമുണ്ട്. അവിടെയും ഒരു സ്മാരകമുണ്ട്. കുമാരനാശാൻ്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിൽ പഴയ ലിപിയിൽ എഴുതി വെച്ചിട്ടുള്ളൊരു ക്ലോക്കൊക്കെ ഉണ്ട് കണ്ടോ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് ആ ക്ലോക്കിന് മുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
കണ്ട അദ്ദേഹത്തിൻ്റെ ജനനമരണ തീയതികളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രം പഠിക്കുന്ന കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണേണ്ടതാണ്. അവർ മാത്രമല്ല, എല്ലാവരും കാണണം. അതേപോലെ ഈ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ ഗവൺമെൻറ് ആശാൻ മെമ്മോറിയൽ LP സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഇങ്ങനെ ഗ്രാനൈറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുട്ടികളെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കണം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം. അതുപോലെ മനോഹരമായിട്ട് പണിതീർത്ത ഒരു കൽവിളക്കൊക്കെ ഈ സ്മാരകത്തിന് മുന്നിലുണ്ട്. പിന്നെ അവിടെ ഒരു മണ്ഡപമുണ്ട്. അപ്പോൾ ആ മണ്ഡപത്തിൻ്റെ ഓരോ തൂണുകളിലും ഓരോരോ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ തൂണിൽ എഴുതി വെച്ചിരിക്കുന്നത് ചിന്താവിഷ്ടയായ സീതയിലെ നളിനങ്ങൾ അറുത്തു നീന്തിയും എന്ന് പറയുന്ന ഒരു വാചകമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആശാൻ്റെ എല്ലാ കൃതികളിലെയും ഓരോരോ വാക്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചണ്ഡാലഭിഷികയിലെ സ്നേഹവ്യാഹതി തന്നെ മരണം. അങ്ങനെ ആശാൻ്റെ കൃതികളിലെ വാചകങ്ങളാണ് ഓരോ കൽത്തൂണുകളുടെ ചുവട്ടിലും എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 തൂണുകളുണ്ടേ. അതേപോലെ ഇവിടെ ഒരു ചെറിയ കിണറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് വെള്ളമുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. വെള്ളമൊക്കെ ഉണ്ട്. കൊള്ളാം. കണ്ടോ? ഇവിടെ മാനാശാൻ ടാഗോറുമായിട്ടും അതേപോലെ ശ്രീനാരായണ ഗുരുവായിട്ടൊക്കെ നിൽക്കുന്ന ബിംബങ്ങളൊക്കെ ഈ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് കൊത്തിവെച്ചിട്ടുണ്ട്. കണ്ടോ? കൊള്ളാല്ലേ? അപ്പോഴേ ഈ സ്മാരകത്തിൻ്റെ പുറകുവശത്ത് ബീച്ചാണ്. അതാണ് കായിക്കര ബീച്ച്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അങ്ങോട്ട് പോവേണ്ട വഴിയൊക്കെ തറയോട് പാകി നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഒരുപാട് കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ബോട്ടുകൾ കയറ്റി വെച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ കുറേയൊക്കെ കാട് പിടിച്ച് കിടക്കുന്നു. കണ്ടോ? നമുക്ക് കയറി ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സംഭവം ഇവിടെയും തറയോടൊക്കെ പാകി ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടി നല്ല വൃത്തിയുള്ള വഴിയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ രണ്ടു വശവും മുഴുവൻ കാടാണ്. അപ്പോൾ അതുകൂടി ഒന്ന് വൃത്തിയായിട്ട് കിടന്നെങ്കിൽ സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്കിനി ബീച്ചിലോട്ട് ഇറങ്ങാം. ഇപ്പോൾ 3 മണി ടൈമാണ്. നല്ല ചൂടുണ്ട്. നമ്മൾ ഈ കടലോര മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കേട്ടോ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ മരമാണ്, പൂവരശ്. കണ്ടോ? ഒരുപാടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഈ പൂവരശിൻ്റെയൊക്കെ അടിഭാഗത്തും ഒരുപാട് വള്ളങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളപ്പുറത്ത് പോയപ്പോഴത്തേക്കും ഇതുപോലെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് ആരും ഫിഷിങ്ങിന് ഇറങ്ങിയില്ല. ആരും എന്നല്ല, 90% ആൾക്കാരും ഇറങ്ങിയിട്ടില്ല. ഇത്രയും സമയം നമ്മൾ കണ്ട ബോട്ടിലൊന്നും എൻജിൻ ഘടിപ്പിച്ചിട്ടില്ലായിരുന്നു. എൻജിനൊക്കെ മാറ്റിയ ബോട്ടുകളായിരുന്നു. ഇപ്പോൾ അതാ 2 എൻജിൻ ഘടിപ്പിച്ചൊരു ബോട്ട്. സുസുക്കിയുടെ എൻജിനാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. സുസുക്കിയുടെ എൻജിൻ. ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. ദർശൻ പ്ലസൻ ആ ബോട്ടിൻ്റെ പേര്. സമൂഹ കൃപാവരം ബോട്ട്. പിന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഭാഗത്തൊക്കെ തീരം കുറവായിട്ട് തോന്നുന്നു. എന്തായാലും ഇന്ന് നല്ല തിരയുണ്ട്. കണ്ടില്ലേ? നോക്കിയാണ് ആകാശത്ത് മുട്ടി കിടക്കുന്നത് പോലെയല്ലേ തോന്നുന്നത് കടല്. പ്രകൃതി ഒരു അത്ഭുത പ്രതിഭാസം തന്നെ അല്ലേ? ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ദൂരെയായിട്ട് ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണാം. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം കൊണ്ടുവരുന്ന അതിലുള്ള മീനുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് കായിക്കര ബീച്ച്. അങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു ബീച്ചാണ്. കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപവുമായിട്ട് ചേർന്നുള്ള ബീച്ച്. മനോഹരമായിട്ടുള്ള ബീച്ചാണ്. ഇത് ഇവിടത്തുകാർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. പുറത്തുള്ളവർക്കൊന്നും അധികം അറിയാത്തൊരു ബീച്ചാണ്.
ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. പക്ഷേ അവിടെ ഞാൻ ഇനി വൈകുന്നേരമേ പോകത്തുള്ളൂ. ഇപ്പം നല്ല ചൂടാണ്. ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴും സമയം ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ട്. ഇനി ഞാൻ പോകാൻ പോകുന്നത് കോവിൽത്തോട്ടം ബീച്ചിലോട്ടാണ്. ഇതാ ഈ കിടക്കുന്നതാണ് 5 തെങ്ങ് വർക്കല റോഡ്. കായികരയ്ക്ക് സമീപം തന്നെയാണ് കോവിൽത്തോട്ടം ബീച്ചും. മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമൊക്കെ ഇവിടെയുണ്ട്. നല്ല വൈബുള്ളൊരു ക്ഷേത്രം. അടിപൊളി. എടേ നിങ്ങളെ പേരെന്തോന്ന്? അശ്വിൻ. സാരംഗ്. ദേവോ? വൈഷ്ണവ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 3 കൊച്ചു കൂട്ടുകാരെ കിട്ടി കേട്ടാ. എമാര് ഇവിടെ നിങ്ങൾ ഫുട്ബോൾ കളിക്കായിരുന്നു. എന്ത് അതേ സൈക്കിള് വിട്ട് ഇറങ്ങിയ വൈകുന്നേരം. അടിപൊളി. എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന? 6. 8ഉം 6ഉം. ഓക്കെ. ആ പയ്യന്മാരവിടെ നിന്ന് കളിക്കായിരുന്നു കേട്ടാ. വ്ളോഗാണെന്ന് അറിഞ്ഞുകൊണ്ട് അവന്മാർ വീഡിയോയിൽ വരാൻ വേണ്ടി ക്യാമറയുടെ മുന്നിൽ ഓടിക്കയറിയാണ് ചെയ്താ. ഒരു പട്ടി കിടന്ന് ഉറങ്ങുന്നു. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ പട്ടിശല്യം കൂടുതലാണ്, സൂക്ഷിച്ച് പോകണമെന്നുള്ളത്. എന്തായാലും നമുക്ക് ബീച്ച് പോയി കാണാം. അടിപൊളി വൈബ് കേട്ടാ, സൂപ്പർ. ഇത് നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിയും അടിപൊളി ബീച്ച് കേട്ടാ. പ്രത്യേകിച്ച് വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് വേറെ ലെവൽ വൈബ്, സൂപ്പർ. നേരത്തെ കാണിച്ച ബീച്ചുകൾ പോലെ തന്നെ ഇതും ഹിഡൻ ബീച്ചാണ് കേട്ടാ. ഇവിടത്തുകാർക്ക് ഇത് അറിയത്തുള്ളൂ. സൂപ്പർ സ്ഥലം. ഈ ഒരു ഫ്രെയിം ഒരു രക്ഷയില്ല കേട്ടാ, അടിപൊളി. ഈ ഭാഗത്തുനിന്നും ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ പോകുന്നുണ്ട്. സൂര്യാസ്തമയം ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ, എല്ലാം കാർമേഘം കൊണ്ട് മൂടി. എന്തായാലും കൊള്ളാം, നല്ല കാഴ്ച. ഇവിടെ ഒരുപാട് കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബീച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് കപ്പൽ സ്കൂബ ഡൈവിംഗുകാരെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ അത് പത്രത്തിലൊക്കെ ഭയങ്കര വാർത്തയായതായിരുന്നു. സ്കൂബ ഡൈവിംഗുകാർ കണ്ടെത്തിയ കപ്പൽ എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ജപ്പാൻ്റെ അന്തർവാഹിനി വന്നിട്ട് തകർത്ത കപ്പലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വെറുതെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴത്തേക്കും ഈ പ്രദേശത്ത് ഏകദേശം 250 വർഷം പഴക്കമുള്ള, അതായത് ഡച്ച് അധിനിവേശ കാലത്ത് വിമ്മിന്നം 1752 എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ അവശിഷ്ടം ഈ പ്രദേശത്ത് എന്ന് കണ്ടെത്തിയതായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് അറിയാൻ പറ്റി കേട്ടോ. വിമ്മിന്നം എന്ന് പറയുന്നത് ഒരു വ്യാപാര കപ്പലായിരുന്നു കേട്ടോ. അപ്പം 5 തെങ്ങിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ, 5 തെങ്ങ് കോട്ട. അപ്പോൾ അതൊരു വ്യാപാര കേന്ദ്രമായിരുന്നല്ലോ. അപ്പം അവിടെ നിന്ന് കുരുമുളകും അങ്ങനെയുള്ള മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന കപ്പലായിരിക്കും. അതേപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും വർക്കല ക്ലിഫൊക്കെ കാണാൻ പറ്റും കേട്ടോ. ക്ലിഫിൽ മറ്റേ പാരാഗ്ലൈഡിങ് നടത്തുന്നതൊക്കെ ഇവിടെ നോക്കി കാണാം. കണ്ടോ, അതാണ് വർക്കല. നമുക്കൊന്ന് ആ ഭാഗത്തോട്ട് നടന്നിട്ട് വരാം. അവിടെ കുറച്ച് പേര് ഒന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ വീട് തന്നെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ദൂരം നടന്ന് ഇപ്പോൾ ഈ ചൂണ്ടയിടുന്ന ഭാഗത്തെത്തി കേട്ടാ. അതേ കണ്ട ചൂണ്ട ഇതിൽ ഈ ചെറിയൊരു കമ്പിൽ കുരുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മീൻ അവിടെ കൊത്തുകയാണെങ്കിൽ ഇവിടെ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതിനാണ് ഇങ്ങനെ കുരുത്ത് പൊക്കി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ചൂണ്ടയിടുന്ന ആളിവിടെ നിൽപ്പുണ്ട്. കണ്ടോ, ഇദ്ദേഹമാണ് ചൂണ്ടയിടുന്നത്. നമ്മുടെ മക്കളുകൾ വല്ലപ്പോഴും മണലിൽ കളിക്കാൻ കിട്ടുന്ന അവസരം പരമാവധി മുതലാക്കിയാണ്. അവർ കളിക്കട്ടെ. അപ്പോഴിതാണ് കോവിൽത്തോട്ടം ബീച്ചിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നിങ്ങളും ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഈ ബീച്ചിലൊന്ന് കയറണം കേട്ടോ, അടിപൊളിയാണ്. പറ്റുമെങ്കിൽ വൈകുന്നേരം വരുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.